നവരാത്രി വിഗ്രഹ ഘോഷയാത്ര മാർത്താണ്ഡത്തെത്തി. രാജവീഥിക്ക് ഇരുവശവുമുള്ള ഭക്തരുടെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര പുരോഗമിക്കുന്നു. രണ്ടാം ദിവസ യാത്ര ഇന്ന് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ അവസാനിക്കും. യാത്രയ്ക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, പറയൂ. രോഹിണി, യാത്രയെ ആവേശമായിട്ടാണ് ഭക്തജന സഹസ്രങ്ങൾ വരവേൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാർത്താണ്ഡത്താണ്. രാവിലെ ആരംഭിച്ച യാത്ര ഇപ്പോൾ മാർത്താണ്ഡത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് മുന്നിൽ കാണാം കുട്ടികളടക്കം താലപ്പൊലി ഏന്തിയും അതോടൊപ്പം തന്നെ വാദ്യമേള ഘോഷത്തോടൊക്കെ ഈ യാത്രയെ വിഗ്രഹ ഘോഷയാത്രയെ വരവേൽക്കുന്ന ഒരു കാഴ്ച കാണാം. ബാലികാ ബാലന്മാർ ഈ രാജവേദിക്ക് ഇരുവശവും താലപ്പൊലി ഏന്തിക്കൊണ്ട് ആ താലപ്പൊലിയോടുകൂടി തന്നെ ഈ രാജവീതിക്ക് ഇരുവശവും നിന്നുകൊണ്ടാണ് യാത്രയെ വരവേൽക്കുന്നത്. ഈ വൈകിയ സമയത്തും ഈ രാത്രിയിലും ഇത്രയും സമയം പിന്നിടുമ്പോഴും വലിയ ഒരു ജനാവലി യാത്രയെ വരവേൽക്കുന്നത് കാണാൻ കഴിയും. തിരുവിതാംകൂറിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഈ വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അതുകൊണ്ട് തന്നെ ഓരോ വിഗ്രഹ ഘോഷയാത്ര കാലത്തും ഈ ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും ഈ യാത്രയെ കാണുവാൻ. ഇപ്പോൾ ഉടവാളേന്തിയ രാജപ്രതിനിധിയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഉപ്പിരിക്ക മാളികയിൽ ഉടവാൾ കൈമാറ്റ ചടങ്ങ് നടത്തിയിരുന്നു. ആ കൈമാറ്റ ചടങ്ങിന് ശേഷമാണ് ദേവിയെ എഴുന്നള്ളിപ്പിക്കുന്ന ചടങ്ങ് അടക്കം നടന്നത്. തേവാരക്കെട്ട് സരസ്വതിയെ ഉപ്പിരിക്ക മാളികയിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് തേവാരക്കെട്ട് സരസ്വതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. അമ്മ എഴുന്നള്ളുമ്പോൾ അമ്മയ്ക്ക് ഒപ്പം കുണ്ടണി നങ്കയും, അതായത് മുന്നൂറ്റി നങ്ക ശുചീന്ദ്രത്തിൽ നിന്നും തിരിച്ച മുന്നൂറ്റി നങ്കയും വേളിമല കുമാരസ്വാമിയും ഒപ്പം അനുഗമിക്കും. അങ്ങനെ ഒരു വലിയ ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഘോഷയാത്ര നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗജവീരൻ്റെ മുകളിൽ തിടമ്പേറ്റിയ സരസ്വതി ദേവിയാണ്. തേവാരക്കെട്ട് സരസ്വതി ദേവി ഗജവീരൻ്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ്റെ മുകളിൽ തിടമ്പേറ്റി നിൽക്കുന്നു. അതിനു പിന്നാലെ വേളിമല കുമാരസ്വാമി, അതിനു പിന്നിൽ മുന്നൂറ്റി നങ്ക. ഇങ്ങനെ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാവിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാണ് യാത്രയുടെ രണ്ടാം ദിനം ആരംഭിക്കുന്നത്. രണ്ടാം ദിനം ആരംഭിക്കുമ്പോൾ മുതലുണ്ടായിരുന്ന ആ ഭക്തരുടെ തിരക്ക് അത് ഇപ്പോഴും നമുക്കിവിടെ ദർശിക്കാനാകും. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ സ്ഥലത്ത് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ കാൽനടയായി പല്ലക്കുകളിൽ കുണ്ടണി നങ്കയുടെയും, ഇപ്പോൾ നമ്മൾ കാണുന്നത് കുമാരസ്വാമിയുടെ പല്ലക്കാണ്. അതിന് പിന്നിൽ കുണ്ടണി നങ്കയുടെ പല്ലക്കുമുണ്ട്. ഈ പല്ലക്കിൽ വിഗ്രഹമേറ്റിക്കൊണ്ട് ഇവരിങ്ങനെ നടന്നു നീങ്ങും. നഗ്നപാതരായിട്ടാണ് ഇത്രയും ആളുകൾ പല്ലക്കുമേറ്റി നടക്കുന്നത്. അങ്ങനെ ഈ നടന്നു നീങ്ങുന്ന പല്ലക്ക് 22-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുന്നത്. ഓരോ സ്ഥലമെത്തുമ്പോഴും കുണ്ടണി നങ്കയെയും കുമാരസ്വാമിയെയും തേവാരക്കെട്ട് സരസ്വതിയെയും കാണുവാനും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുവാനുമായി ഭക്തജനങ്ങൾ ഓരോ രാജവീതിയുടെ ഇരുവശങ്ങളിലും പടുക്കയും വിളക്കും നിലവിളക്ക് കത്തിച്ച് പടുക്കയൊരുക്കി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അങ്ങനെ വലിയ ഒരു മുഹൂർത്തം, ഇത്തരത്തിൽ ഒരു മുഹൂർത്തം മറ്റ് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മുഹൂർത്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് ഈ തിരുവിതാംകൂറിൻ്റെ ഒരു സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന, സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന, പഴയ കാലത്തെ ആ രാജഭരണകാലത്തുണ്ടായിരുന്ന അതേ സാംസ്കാരിക പൈതൃകവും പൊലിമയും ആചാര പ്രൗഢിയുമെല്ലാം ഒരു അണുകട പോലും വ്യത്യാസം വരാതെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ യാത്ര, വിഗ്രഹ ഘോഷയാത്ര കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഒരു തരത്തിലുള്ള ആചാരലോപമോ ആചാര വൈകല്യമോ വരുത്തുവാൻ തയ്യാറാകാത്ത രീതിയിലാണ് ഇപ്പോഴും യാത്ര നടക്കുന്നത്. ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല്ലക്ക് തോളിലേറ്റിക്കൊണ്ട് കുണ്ടണി നങ്കയെയും കുമാരസ്വാമിയുമായിട്ടുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോലീസ് തന്നെ ഈ പഴയ രാജഭരണകാലത്തെ ആ തനിമ വിളിച്ചോതുന്ന തരത്തിൽ, അല്ലെങ്കിൽ അന്ന് നടന്നതായിട്ടുള്ള ഭരണകാലത്ത് നടന്ന കാര്യങ്ങൾ വിളിച്ചോതുന്നത് അത് തുല്യമായിട്ട് തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുകയും ചെയ്യും. ഓരോ സ്ഥലത്തും യാത്ര ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും തമിഴ്നാട് പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും സംയുക്തമായ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. അങ്ങനെ വലിയ ഒരു ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
മാർത്താണ്ഡത്ത് എത്തി നിൽക്കുകയാണ് യാത്ര. ശരി പ്രശാന്ത്, നവരാത്രി വിഗ്രഹ ഘോഷയാത്ര മാർത്താണ്ഡത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജവീഥിക്ക് ഇരുവശത്തും ഭക്തരുടെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര പുരോഗമിക്കുന്നു. രണ്ടാം ദിവസമായ യാത്ര ഇന്ന് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലാണ് അവസാനിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.